പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പിന്നെ ഒരു പ്രാവശ്യം കൂടെ കാണാൻ ദൈവം അനുവദിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ, നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിയപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം, ദൈവത്തിന്റെ ന്യായവിധി സഭയിലല്ലോ ആരംഭിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ തന്നെ വിധിക്കുക. ആ, ന്യായവിധി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സത്യത്തിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വിധി, നമ്മളെക്കുറിച്ചുള്ള വിധി നമ്മൾ കേൾക്കേണ്ടത് ആദ്യം സഭയിൽ നിന്നാണ്. നമ്മൾ അന്ത്യനാളിൽ പോയി അവിടെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഇരുന്ന് കേട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ കേട്ടാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ ലാസ്റ്റിൽ പാടിയ 780 പാട്ടില് എരീഹോവിന്റെ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല, ഒന്നിച്ച് ആർപ്പിട്ടാൽ വൻമതിൽ വീഴും. അപ്പോ നമ്മളിത് അങ്ങനെ ആർപ്പിടുന്നുണ്ടോ, ഇടണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇടുന്നുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വൻമതിൽ വീഴുമ്പോഴാണ്. വീണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാൻ നമ്മൾ ആർപ്പിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആർപ്പിട്ടിട്ടില്ല. നമ്മൾ പാടിയതേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റാൻസയില് 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. അപ്പൊ എത്ര അഴിഞ്ഞ് ചീഞ്ഞ് നാറിയ അവസ്ഥയിലാണെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാല്, വിശ്വാസത്തോടെ അപേക്ഷിച്ചാല്, ആ, ദൈവത്തിന്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് അവന്റെ ശരണം വഹിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ വരും. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നത്? സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. സാത്താന്റെ പ്രവൃത്തി എൻ്റെ ലൈഫിൽ അഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ നാറ്റം വച്ച അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്ന്, ലാസർ എഴുന്നേറ്റ് കുഴിയിൽ നിന്ന് പോയപ്പം നാറ്റം വെച്ചിട്ടുണ്ടായിരിക്കുന്നത് മറിയ പറയുന്നുണ്ട്, സഹോദരിമാർ പറയുന്നുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ കല്ല് നീക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കല്ല് നീക്കിക്കോളാൻ പറഞ്ഞ് നീക്കി കഴിഞ്ഞ് ലാസർ എഴുന്നേറ്റ് കെട്ടഴിക്കാൻ പറഞ്ഞല്ലോ ലാസറിന്റെ. അപ്പോൾ ആരുടെയും ആരും മൂക്ക് പോത്തി കാണത്തില്ല, കാരണം ലാസറിന്റെ മണമൊന്നും കാണില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ നാറ്റം കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ ദൈവം വിടുവിക്കുന്നുണ്ടോ, കർത്താവ് ഭക്തോ നമ്മളെ സന്ദർശിച്ചോ, നമ്മൾ ദൈവമായ ഒരു എൻകൗണ്ടർ നടത്തിയോ എന്നുള്ളതിന്റെ തെളിവ്. പിന്നെ അഗ്നിനാളങ്ങൾ വെള്ളത്തിന്റെ ഓളങ്ങളും എന്നെ തകർക്കാൻ സാധ്യമല്ല. വെള്ളത്തിൽ കൂടെ വരുന്ന കർത്താവുണ്ട്. അത് വിശ്വാസത്തിൽ ഒരു പടി കൂടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുക വിശ്വാസത്തിൽ. അപ്പൊ നമ്മളെ പത്രോസിന്റെ ലേഖനം നമ്മളിപ്പോ പറഞ്ഞ ആദ്യത്തെ വാക്യം 1 പത്രോസിന്റെ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അതിൽ നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസാന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തന്റെ പ്രാണനെ വിശ്വസ്തരായ സൃഷ്ടാവെങ്കിൽ പരമേൽപ്പിക്കട്ടെ. അപ്പൊ ഈ ന്യായവിധി എന്ന് പറയുന്നത്, നമ്മളെക്കുറിച്ചുള്ള സത്യം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ചർച്ചിൽ നിന്ന് മാത്രമേ നമുക്ക് കേൾക്കത്തുള്ളൂ. വേറെ എവിടെയും നമ്മളെക്കുറിച്ചുള്ള സത്യം എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സ്വരം സഭയില് പ്രവചനത്തിന്റെ ആത്മാവ്, പ്രത്യേകിച്ച് പ്രവചനത്തിന്റെ ആത്മാവിലൂടെ വിവിധ സഹോദരി സഹോദരന്മാരെ ഉപയോഗിച്ച് ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് അത് അത് കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞ് നമ്മൾ അതിന് കീഴ്പ്പെടണം. അങ്ങനെ കീഴ്പ്പെട്ട് കഴിഞ്ഞ് അതിന് ആ വിധി ഏറ്റെടുക്കണം. ആ വിധി ഏറ്റെടുക്കുമ്പോഴാണ്, അത് സഭയിലാണ് ഉണ്ടാകുന്നത്, നമുക്കൊരു പുരോഗതി വരികയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടൊരു വളർച്ചയുണ്ടാവുള്ളൂ. നമ്മുടെ നാറ്റമൊക്കെ പോവുകയുള്ളൂ. നമ്മൾ അതുപോലെ നമുക്കെതിരെ ഉയർന്നിരിക്കുന്ന വൻമതിലുകളൊക്കെ വീഴുകയുള്ളൂ. അത് ചിലപ്പോൾ പാപമായിരിക്കാം, പ്രത്യേക സ്വഭാവമായിരിക്കാം, അല്ലെ ഏതെല്ലാം വൈഷമ്യമുള്ളതായിരിക്കുന്ന ഒരു വിഷയമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാം തകർന്ന് പോകുക എന്ന് പറയുന്നത് നമ്മൾ ന്യായവിധി ഏറ്റെടുത്ത ശേഷം ഇതിന്മേൽ ജയം തരുന്നൊരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പിലാണ്. മറിയയുടെ അടുത്ത് യേശു വന്നപ്പം മറിയ പറഞ്ഞൊരു കാര്യം, ഇവിടെ കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവിടെ വിശ്വാസമൊന്നും ഈ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുമെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ലാസർ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഇനി മരിക്കാറായ അവസ്ഥയിലാണെങ്കിൽ പോലും കർത്താവ് വന്നിരുന്നെങ്കിൽ സൗഖ്യമായിരുന്നു. കാരണം നിന്റെ പ്രിയപ്പെട്ടവൻ മരിക്കാറായിരിക്കുന്നു, സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് അറിയിപ്പെല്ലാം കൊടുത്തതാ. അപ്പോൾ കർത്താവ് വന്നില്ല. അവൻ വരാതിരുന്നതുകൊണ്ട് അവൾക്ക് പരിഭവമുണ്ട്. അവളത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. കർത്താവ് വന്നിരുന്നെങ്കിൽ, ഇച്ചിരോട് നേരത്തെ വന്നിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുകയാണെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ തന്നെയാണ്, ഏറ്റവും ഫേമസ് ആയ വാക്യം, ഞാൻ തന്നെയാണ് പുനരുദ്ധാരണവും ജീവനും. വേറെ പറഞ്ഞാൽ ഇതുവരെയും
യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനസ്സിലാക്കൽ, അതായത് പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, കർത്താവ് വന്നാൽ എൻ്റെ സംഭവത്തിന് വിടുതലുണ്ട്, അതുപോലെ മരിക്കാനായിട്ട് കിടക്കുന്നവരെ രക്ഷിക്കാൻ കഴിയും, പക്ഷെ മരിച്ചവരെ രക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ അത് ആ ലെവലിലൊക്കെ ഉള്ള ഒരു അറിവ് മറിയയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുദ്ധാരണവും ജീവനും, ഞാനാണ് ജീവൻ, എന്നെ കൈക്കൊള്ളുക, എന്നെ അറിയുക. എന്നെ അറിയുക എന്നുള്ളതാണ് ഈ എല്ലാറ്റിൻ്റെയും ഉത്തരം. ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കിട്ടിയ ഒരറിവും, നമ്മളിപ്പം പല പാട്ടുകളൊക്കെ പാടി അതിലൊക്കെയും ആ ദൈവഭക്തനായ മനുഷ്യരൊക്കെ ദൈവത്തെ ഒരു തലത്തിലൂടെ അറിഞ്ഞിട്ടാണ് അതൊക്കെ പാടിയിരിക്കുന്നത്. അങ്ങനെ ഒരു അറിവിലും നമ്മൾ സംതൃപ്തമായി നിൽക്കാൻ പാടില്ല. അവിടേക്ക് എത്തുന്നത് തന്നെ നല്ലൊരു കാര്യം. അത് എത്തിയാലും പോരാ, അതിനപ്പുറത്തും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാനുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒത്തിരി അറിയാനുണ്ട്. ആ അറിവാണ് നമ്മളെ ഈ ഓട്ടത്തിൽ നമ്മളെക്കുള്ള ഇന്ധനം എന്ന് പറയുന്നത്. ഈ ഫ്യൂവൽ ഇതാണ്. ഈ ഫ്യൂവൽ കൊണ്ട് ഓടിയാൽ മാത്രമേ നമുക്ക് അക്കരെ എത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അക്കരെ നിന്നുകൊണ്ട് അങ്ങേപ്പുറത്തുള്ളത് എന്താണെന്ന് ആസ്വദിക്കുന്ന ഒരു കൂട്ടമായി മാറും. നമ്മൾ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് എത്തിയാൽ ഇന്ന സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി പറയുന്നവരും സ്തുതിക്കുന്നവരും പ്രത്യാശയിൽ ആയിരിക്കുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷെ അപ്പുറത്തോട്ട് കടക്കുക, ആ കടക്കാനായിട്ട് ദൈവം ചില അറിവുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരറിവാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ന്യായവിധി ദൈവഗ്രഹത്തിലുണ്ട് എന്നുള്ളത്. ചർച്ചിനകത്ത് നമ്മളൊരു വചനം കേൾക്കുമ്പോൾ അറ്റൻഷനോടെ ഇരിക്കണം. ആ അറ്റൻഷനോടെ ഇരിക്കുമ്പോൾ നമ്മളെ ആരെയെങ്കിലും, പ്രത്യേകിച്ച് ചർച്ചിൻ്റെ ഓൺ നീഡ്, അവിടെയുള്ള ആരിലൂടെ ആയിരിക്കും ദൈവം കൂടുതലായി സംസാരിക്കുന്നത്. അപ്പം ദൈവത്തിന് അങ്ങനെ സംസാരിക്കാൻ ആൾക്കാരെ കിട്ടണമെങ്കിൽ അവര് വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിട്ട് അവരെ നടത്തുന്ന വഴികളിൽ അവർ തങ്ങളെ തന്നെ വിധിക്കുന്നവരും, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നവരും, സ്വന്തം വെളിച്ചത്തിലല്ല ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നവരും, ദൈവത്തിന്റെ വെളിച്ചത്തിൽ കൂടെ തങ്ങളെ തന്നെ വിധിക്കുന്നവരും. നമ്മൾ ചിലപ്പോൾ നമ്മളെ വിധിച്ചാൽ നമുക്ക് ഒന്നും കാണുകയില്ല, എല്ലാം ക്ലീൻ ആയിരിക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ. പക്ഷെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ വിധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമ്മുടെ കുറവുകൾ കാണാൻ പറ്റും. അത് നമ്മളെ താഴ്മയിലേക്ക് കൊണ്ടുപോകും. അത് സ്വന്തമല്ല, നമുക്ക് ദൈവത്തോട് ഒരു ഒരു നമ്മുടെ നിൽപ്പ് ദൈവത്തിന് മുമ്പാകെ ഉള്ളത് ഒരു താഴ്മയുടേതായിരിക്കും. നമുക്കിപ്പം കുറെ ബാങ്കിൽ ബാലൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും, ഫിക്സഡിൽ ഇട്ടിരിക്കുക. അപ്പോൾ അത് എടുക്കാനായിട്ട് ഇച്ചിരി മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് പെട്ടെന്നൊരു 10,000 രൂപയുടെ ആവശ്യം വന്നു. അപ്പോൾ ഈ ഫിക്സഡ് പോയി തൊടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ അടുക്കലോ അളിയൻ്റെ അടുക്കലോ ആരുടെയെങ്കിലും അടുക്കൽ നമ്മൾ ചോദിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ ചോദിക്കുമ്പം നമ്മൾ ഒരു അങ്ങ് വല്ലാതെ താഴ്ന്ന് ചോദിക്കുകയല്ല. എന്താ കാരണം, തന്നില്ലേലും എൻ്റെ ഫിക്സഡ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ എടുക്കും, ലോൺ ആയാലും എടുക്കും. അപ്പോൾ അതേസമയം ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരിക്കും, ഒരു 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 സ്ഥലത്തുനിന്ന് ഒന്നും കിട്ടാനില്ലാതെ ആയിട്ട് ഒരാൾ വന്ന് ചോദിക്കുന്നത് എത്രമാത്രം താഴ്മയിലായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്. ആ ഒരു ആവശ്യബോധത്തിൽ നിന്നും അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചാൽ പോലും പോകത്തില്ല. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും ചോദിക്കുന്നത്. നമ്മളും ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ബലങ്ങൾ ആയിരിക്കുന്നതൊക്കെ ഒഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ബലമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ നീതികളും ഒക്കെ നമുക്കുണ്ടെന്ന് തോന്നുന്ന ബലങ്ങളൊന്നും നമ്മൾ ദൈവസന്നിധിയിൽ എന്തോ അച്ചീവ് ചെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നതൊക്കെയും നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നതിന്റെ ഫലം അവിടെയാണ് സംഭവിക്കുന്നത്. പണ്ടൊരു സാറ് സ്കൂളിൽ ഒരു കൊച്ചിൻ്റെ അടുക്ക കൊച്ചുങ്ങളോട് ചോദിച്ചു, ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചു, സാറൊരു വര വരച്ചിട്ട് പറഞ്ഞു, ഈ വര എങ്ങനെ ചെറുതാക്കാന്ന് പറഞ്ഞു. അപ്പം പലരും ആരും തന്നെ ഉത്തരം പറഞ്ഞില്ല. അവസാനം ഒരു കൊച്ചു പറഞ്ഞു, അത് മായ്ച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, മായ്ക്കാൻ പാടില്ല, മായ്ക്കാതെ ഞാൻ വരച്ച വര ചെറുതാക്കണം. അപ്പോൾ പിള്ളേർക്ക് ആർക്കും തന്നെ ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മിടുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഇപ്പുറത്തൊരു വലിയ വര വരച്ചാൽ മതി, അപ്പോൾ അത് ചെറുതാവുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഉന്നത ചിന്തകള്, ധാരണകള്, നമ്മൾ രഹസ്യമായി താലോലിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള അഭിനന്ദനങ്ങളൊക്കെ ഒരു ചപ്പും ചവറും ആണ് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഇപ്പുറത്തെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഒന്ന് വരച്ച് കാണിക്കണം. അത് കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു താഴ്മയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ശബ്ദം അങ്ങനെ നടക്കുന്ന ദൈവഭക്തരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരിലൂടെ സഭയിൽ കേൾക്കാൻ ദൈവം ഒരു സഭയെ സ്നേഹിക്കുന്നെങ്കിൽ
അവൻ്റെ വചനവും അവിടെ ഉണ്ടായിരിക്കും. ആ വചനത്തിലൂടെ നമുക്ക് നമ്മളെ വിധിക്കുകയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയും ചെയ്യും. ഒരു കാര്യമുള്ളത്, നമ്മുടെ നമ്മൾ മറ്റ് സഭകളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ കമ്പയർ ചെയ്യണ്ട. നമ്മളെ ഒരു കൂട്ടമായിട്ട് വിളിച്ചു, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം അവിടെ നമുക്ക് തരും. ഒരുപക്ഷെ എപ്പോഴും ഇറച്ചിയും പാലും ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലും ചോറും അരിയും അത്യാവശ്യത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നു. പിള്ളേർ അതിൽ സംതൃപ്തരാകുകയും വേണം. അപ്പുറത്തെ ധനവാനായ മനുഷ്യന്റെ വീട്ടിലുള്ളത് പോലെയുള്ള ഭക്ഷണത്തിലല്ല അവര്, അതിനുവേണ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ നമുക്കുള്ളതൊക്കെ നമുക്ക് തരും. നമ്മൾ അതിൽ സംതൃപ്തരായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ നമുക്ക് അതിൽ കൂടുതൽ ഉള്ളത് തരാനായിട്ട് ദൈവം വിശ്വസ്തനുമായിരിക്കും. നമ്മൾ ഈ നമ്മളെ തന്നെ വിധിക്കുന്ന ഒരു കാര്യം, അതാണ് ഒരു ദൈവസഭയുടെ ലക്ഷണം. ദൈവത്തിന്റെ ചർച്ചിൽ എപ്പോഴും ആ ഒരു വിധി ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊരു സഭയായിട്ട് പണിയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ നുറുക്കുന്ന, വിധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എക്സ്പോസ്ഡ് ആക്കുന്ന, നമുക്ക് വെളിച്ചം തരുന്ന, നമ്മുടെ ആന്തരിക ലൈഫിൽ അടുത്ത പടി എങ്ങോട്ട് വെക്കണം എന്നുള്ള തരുന്നതായിരിക്കുന്ന ഒരു ഒരു വെളിച്ചം തുടർമാനമായി കിട്ടിക്കൊണ്ടിരിക്കും. ആ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, പത്രോസിന് കാര്യം നല്ല ബോധ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വെളിച്ചം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരുതരം നെഗറ്റീവ് സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ പോകും. അല്ലെങ്കിൽ ഒരുതരം ആത്മാവിലൊരു അഹങ്കാരം, അത് പ്രകടമാകത്തില്ല. പക്ഷെ നമ്മുടെ പാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ പാട്ടോ അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതിയിൽ നമ്മൾ സാക്ഷ്യം പറയുമ്പോഴൊക്കെ അതിങ്ങനെ പുറത്തേക്ക് വരും. ആ ഒരു കളറ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള മനുഷ്യൻ ചെന്ന് അളിയനോട് 10,000 രൂപ ഉണ്ടോ അളിയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൽ ആ ഒരു ഇതുണ്ട്, ആ ബലം കിടപ്പുണ്ട്. ആ ബലത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ ആ ബലം നമ്മുടെ ഉള്ളിൽ ഉള്ളതിനെ പോകണമെങ്കിൽ ഒരു പ്രൊഫറ്റിക് വേർഡിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും എക്സ്പോസ്ഡ് ആവാൻ തയ്യാറാകണം. നമ്മൾ അതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വെളിച്ചമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ എഴുന്നേറ്റ് വേറെ ആരോടെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കും ആ വെളിച്ചം കിട്ടും. അങ്ങനെ ഒരു ന്യായവിധിയുടെ സ്ഥലമാണ് സഭ. അത് നിന്നു പോയാൽ ആ ചർച്ച് ശുദ്ധീകരണത്തിലേക്ക് പോകാൻ പറ്റുകയില്ല, വളർച്ചയിലേക്ക് പോകാൻ പറ്റത്തില്ല, സ്റ്റാഗ്നന്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. ഞാൻ ഒരു പഴയ നിയമത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം വായിക്കാം. 1 ശമൂവേല് 1 ശമൂവേലിലെ ഒരു കഥാപാത്രമാണല്ലോ ഏലി പുരോഹിതൻ. ആ ഏലി പുരോഹിതന്റെ ലൈഫിൽ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിക്കാം. നമുക്ക് ഏലി പുരോഹിതന്റെ അടുത്ത്, അതായത് ഏലി പുരോഹിതൻ ദേവാലയത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ആ പുരോഹിതന്റെ അടുക്കൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈ കുഞ്ഞു ബാലനായിരുന്ന ശമൂവേലിനെ അവന്റെ അമ്മ കൊണ്ടുപോയി അവിടെ ആക്കുന്നുണ്ട്. അപ്പോൾ ശമൂവേലിനെ ഗർഭം ധരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. മച്ചിയായിരുന്നു അവളെന്നും, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന ദേവാലയത്തിൽ പോയി ഏത് സമയത്തും പോയി പ്രാർത്ഥിക്കും. അങ്ങനെ അവൾക്ക് കുട്ടികളില്ലായിരുന്നതുകൊണ്ട് അവളുടെ ഭർത്താവിന്റെ മറ്റേ ഭാര്യ അവളെ നിന്ദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയും പറയുന്നുണ്ടാവും, നീ എന്ന് ഇങ്ങനെ ദേവാലയത്തിൽ പോയിട്ട് എന്താ കാര്യം എന്ന് വരെ ചോദിക്കുന്നുണ്ടാവും. എന്തായാലും കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് ഒരു സന്തതിയെ നൽകി. ഇവളിങ്ങനെ ഹൃദയവസനയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഏലി പുരോഹിതൻ വിചാരിച്ച് ഇവള് വല്ല കള്ളും കുടിച്ചും വന്ന് പ്രാർത്ഥിക്കാമെന്നാണ് വിചാരിച്ചത്. മത്ത് പിടിച്ചിട്ടുണ്ടാവും വിചാരിച്ച്. അപ്പം ഹന്ന അങ്ങനെയല്ല യജമാനെ, അതിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 15-ാം വാക്യത്തിൽ, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഈ സഹോദരി എന്തോ ഒരു ബഹുമാനത്തിലാണ് വിളിക്കുന്നത്. എന്നിട്ട് വിളിക്കുകയാണ്, യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞ് മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൈറുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവളും അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഈ ഏലി പുരോഹിതൻ അന്നേരം സംസാരിച്ച വചനം ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് കൊണ്ടാണ് അവളുടെ ഹൃദയം പിന്നെ വാഴാനിടയാകാതിരുന്നത്.
അവൾ അത് ദൈവം പറഞ്ഞതാണെന്ന് അവളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൽ അവൾക്ക് മനസ്സിലായി. ആ വചനത്തിൽ അവൾ കടന്നു പിടിച്ചു. ഈ എബ്രഹാമും യാത്ര പുറപ്പെട്ടപ്പോൾ പല വൈഷമ്യങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടായി. വളരെ വളരെ ജീവനെ വെല്ലുന്നതായിരിക്കുന്ന പരീക്ഷകളാണ്, പട്ടിണിയൊന്നുമല്ല. തൻ്റെയും ഭാര്യയുടെയും ജീവൻ തന്നെ അപകടത്തിലാകുന്ന രീതിയിലുള്ള ദുർഘടമായ മേടുകളിലൂടെയാണ് ആ അബ്രഹാം സഞ്ചരിച്ചത്. പക്ഷെ അബ്രഹാമിന് നല്ലൊരു ഉറപ്പുണ്ട്, വിളിച്ച ദൈവമാണ്, വിളിച്ചത് ദൈവമാണ്, അതുകൊണ്ട് വഴിയിലിടുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ഒരു കാര്യം, ആ വിശ്വസ്തനാന്നുള്ള കാര്യം അബ്രഹാമിന് നല്ല ഉറപ്പായിരുന്നു. അത് സ്വന്തമല്ല, ആ, ദൈവം അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം നിവർത്തിപ്പാൻ തക്കോണം. ഒന്ന് രണ്ട് കാര്യങ്ങളല്ല, എല്ലാം നിവർത്തിപ്പാൻ തക്കോണം ദൈവം ത്തിന് ശക്തിയുണ്ട് എന്നും അവൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ മരിക്കുക എന്നുള്ളത് അസാധ്യം, ഇനി മരിച്ചാൽ ആ ചാരത്തിൽ നിന്നായാലും ഞാൻ എഴുന്നേറ്റ് വരും എന്നുള്ളതായിരുന്നു അബ്രഹാമിന്റെ ഒരു ഒരു ഹൃദയ ഉറപ്പ്, ഹൃദയത്തിലെ നിശ്ചയദാർഢ്യം എന്നൊക്കെ വേണേൽ പറയാം, ഉറപ്പ്. ഈ കാര്യത്തെ പിടിച്ചു കൊല്ലുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അത് ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അത് പിടിച്ചു കൊല്ലുവാൻ ഇനിയിപ്പോൾ എൻ്റെ മരണത്തിന് പോലും സാധ്യമല്ല എന്ന് അവൻ നിർണയിച്ചു. അതുകൊണ്ടാണ് ഇസഹാക്കിനെ കഴിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ചാരത്തിൽ നിന്ന് പോലും ഇസഹാക്കിനെ തിരിച്ചു തരാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുന്നത്. അതായത് ഈ മരിച്ചു പോവുക എന്നുള്ള, അല്ലെങ്കിൽ മരിച്ചു കിടക്കുക എന്നുള്ളത്, ഇനി അഥവാ വെട്ടേറ്റ് മരിച്ചാൽ പോലും അതിനേക്കാൾ യാഥാർത്ഥ്യം അവൻ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സഹോദരിക്ക് നല്ല ഉറപ്പായതുകൊണ്ട് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന, അപ്പോൾ അവളൊരു നേർച്ച ദൈവത്തോട് നേർന്ന്, എനിക്കൊരു ബാലനെ, ആൺകുട്ടിയാണ് തരുന്നതെങ്കിൽ അവനെ ഞാൻ ദൈവത്തിനായിട്ട് നൽകുമെന്നുള്ളത്. അങ്ങനെ അവൾ ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ആലയത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് 3 വയസ്സാന്ന് എനിക്ക് തോന്നുന്നു, അവിടെ കൊണ്ടുവന്ന് സ്ഥിരമായിട്ടാക്കി. ഇപ്പം ഈ ശമൂവേൽ ബാലൻ ഏലിയുടെ കൂടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ദൈവം വന്നിട്ട് ശമൂവേലേ എന്ന് വിളിച്ചു, ഈ ബാലനെ വിളിച്ചു. അപ്പം അവന് അതുവരെയും ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വിളിച്ചത് ഏലിയാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടി. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഈ 3 പ്രാവശ്യവും ഏലി പറഞ്ഞു, അയ്യോ ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 1 ആയി, 2 ആയി, 3 ആയി. അപ്പം ഞാൻ വിചാരിക്കുന്നത്, സാധാരണഗതിയിൽ ഈ ഉറക്കത്തിനിടയ്ക്ക് ചാടി എണീറ്റ് ഇങ്ങനെ പോകണമെങ്കിൽ അവൻ തൻ്റെ മുമ്പിലുള്ള അവൻ്റെ അധികാരത്തെ എത്ര ഭയത്തോടും ബഹുമാനത്തോടും കൂടെയാണ് ആദരിച്ചത്. അത് അവൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കും. കാരണം അമ്മ യജമാനനെ എന്ന് വിളിച്ചാ സംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, ഏലി പുരോഹിതന്റെ മക്കള് വഴിതെറ്റി നടക്കുകയായിരുന്നു. അവര് യഹോവയ്ക്ക് അർപ്പിച്ചതൊക്കെയും നിന്ദ്യമെന്ന രീതിയിൽ കൂടെ പറഞ്ഞില്ലെങ്കിലും അതിനൊന്നും അതിൻ്റെ വില കൊടുക്കാതെ തോന്നിയ മാതിരി കാരണം ഈ അർപ്പിക്കുന്ന മാംസമൊക്കെയും അതെല്ലാം പുരോഹിതനുള്ളതാണ്, അതുകൊണ്ട് പുരോഹിതന്മാരുടെ കുടുംബത്തിനുള്ളതാണ്. അതുകൊണ്ട് അവരവിടെ പോയിട്ട് ഇതിൻ്റെ നല്ലത് നോക്കി കുത്തി എടുത്തുകൊണ്ട് വരിക, എങ്ങനെയൊക്കെ ചെയ്ത് വേവാൻ പോലും നിൽക്കാതെ കണ്ട് ചെയ്ത്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അത് അത്രയും അതമ്പതിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ ഏലി പുരോഹിതന്റെ മക്കള് എത്തിപ്പെട്ടായിരുന്നു. അങ്ങനെയുള്ളപ്പം ഏലി പുരോഹിതനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പൊ ദൈവത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ അത് ചെയ്യത്തുള്ളൂ. അപ്പൊ അവൻ അല്ലെങ്കിൽ ഏലി പുരോഹിതൻ ഇങ്ങനെ ആയിരിക്കെ അദ്ദേഹത്തോട് ഉള്ള ബഹുമാനത്തിലൊന്നും ഈ ഹന്ന കുറച്ചിട്ടില്ല. കാരണം ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബഹുമാനിക്കണം. ദാവീദും ഒരിക്കല് താൻ അനോയിന്റഡ് ആയിരുന്നു. ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തതുകൊണ്ട്. എന്നിട്ടും ദാവീദ് തൻ്റെ ജീവിതത്തിൽ ശൗലിനെ കയ്യിൽ കിട്ടിയപ്പോൾ കൊന്നുകളയാനൊന്നും തീരുമാനിച്ചില്ല. ദൈവം തന്നെ അത് നീക്കിക്കോട്ടെ, ദൈവം നീക്കിയിട്ട് ദൈവം എനിക്ക് തരുന്ന സമയത്ത് തന്നാൽ മതി. ദൈവം എന്നെ ഒരിക്കൽ വിളിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം കയ്യിൽ നിയമം എടുത്തിട്ട് പോരാടാനോ അല്ലെങ്കിൽ കൊന്നുകളയാനോ ഒന്നും നിന്നില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഈ ഒരുപക്ഷെ ഈ പുരോഹിതൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യമൊക്കെ
ഏം, നമ്മുടെ പലരും അറിയുന്നത് പോലെ തന്നെ അന്നയും പറഞ്ഞു കാണുമായിരിക്കും. ശമൂവേൽ ബാലന്റെ അടുക്കലും ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ അതൊന്നും അവരെ ബാധിച്ചില്ല. അവർ പറഞ്ഞു ഇപ്പം ദൈവം ഇത്രയും നാളും, ചിലപ്പോൾ ദുഷ്ടനും ദൈവം ഓരോ സമയങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം എന്റെ ഉത്തരവാദിത്വം ബഹുമാനിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെയായിരുന്നു ഈ ബാലൻ. അപ്പം മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഇനി നീ അങ്ങനെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ദൈവത്തോട് നീ പറയണം, ആ, നീ ദൈവത്തോട് പറയണം, യഹോവയെ അരുളി ചെയ്യണമേ, ഞാൻ കേട്ടുകൊള്ളാം എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ, ഈ ഈ അങ്ങനെ അവൻ പിന്നെയും ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അപ്പം ദൈവം പറഞ്ഞത് എന്താണ്? ദൈവം പറഞ്ഞത് ഈ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഏലി പുരോഹിതന്റെ കുടുംബത്തിന് അനർത്ഥം വരുത്തുവാൻ തക്കണം ദൈവം തീരുമാനിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ തന്റെ മക്കളെ ശാസിച്ച് അമർത്തായക കൊണ്ട്, അമർത്താതിരിക്കുകയും എന്നെക്കാൾ അധികമായിട്ട് തന്റെ മക്കളെ മാനിക്കുകയും കൂടെ ചെയ്തിരുന്നു. ആ കാര്യമാണ് അത്. നമ്മൾ ഈ രണ്ടാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ അങ്ങനെ അവൻ അത് കേട്ടിട്ട്, ആ അരുളപ്പാട് കേട്ടിട്ട് അത് അതേപടി എന്നിട്ട് പറയാനായിട്ട് മടിച്ചു. പക്ഷേ പുരോഹിതൻ മനസ്സിലായി ദൈവമായിരിക്കും ഇവനെ വിളിച്ചിരിക്കുക, അതുകൊണ്ട് ദൈവം എന്താ അരുളി ചെയ്തെന്ന് പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ പറയാൻ മടിച്ചു തന്നു. പക്ഷെ അവനെ കൊണ്ട് അവനോട് പറഞ്ഞു, നീ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ ശമൂവേൽ പ്രവാചകൻ, അല്ല, ശമൂവേൽ അന്നേരം പ്രവാചകനൊന്നും ആയിട്ടില്ല, ശമൂവേൽ ബാലൻ ഏലി പുരോഹിതനോട് ദൈവത്തിന്റെ ന്യായവിധി പറഞ്ഞു. ഇനി ഇവിടെ ഒരു വാക്യം, അത് ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പം എങ്ങനെയാണ് ഈ ഏലി പുരോഹിതൻ പ്രതികരിച്ചു എന്നുള്ളതാണ് മൂന്നാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്. സോറി, 3-ന്റെ 18-ലാണ്. 17 തൊട്ട് വായിക്കാം. അപ്പോൾ അവൻ, നിന്നെക്കൊണ്ടായ അരുളപ്പാട് എന്ത്? എന്നോടൊന്നും മറച്ചു വെക്കരുത്. നിന്നോട് അരുളി ചെയ്ത സകലത്തിൽ ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോടും തക്കണോ അധികം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു. ഇനി ആ അരുളപ്പാട് എന്താന്ന് നമ്മൾ അറിയണ്ടേ? അത് 11-ാം വാക്യത്തിലുണ്ട്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രയേലിൽ ഒരു കാര്യം ചെയ്യും. അത് കേൾക്കുമ്പോൾ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തൊക്കെയും ഞാൻ അവന്റെ മേൽ അത്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായകൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവിടെ കൽപ്പിച്ചിരിക്കുന്നു. 14-ാം വാക്യം, ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് ദൈവം പല പ്രാവശ്യം ഈ ഏലി പുരോഹിതനോട് സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ദൈവം പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ദൈവം ലാസ്റ്റിൽ ഇങ്ങനെ, ഒരു കാരണവശാലും നിന്റെ ഭവനത്തിന് ഒരു ശാന്തി വരികയില്ല, യാഗത്താലും വഴിപാടിനാലും വരില്ല എന്നൊന്നും പറയണമെങ്കിൽ അനുസരണത്തിന്റെ ഒരു റെഡ് ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ. അങ്ങനെ ഇതെല്ലാം മറച്ചു വയ്ക്കാതെ ശമൂവേൽ ബാലൻ പുരോഹിതനോട് പറഞ്ഞപ്പോൾ 18-ാം വാക്യം, അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നാറേ അവൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഏലി പുരോഹിതൻ പറയാണ്, യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ, ഇറ്റ് ഈസ് ദ ലോർഡ്, ലെറ്റ് ഹിം ഡു വാട്ട് സീംസ് ഗുഡ് ടു ഹിം. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും, വളരെ സമർപ്പണമുള്ള ഒരു സഹോദരനാണെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ പുരോഹിതനാണെന്ന് നമുക്ക് തോന്നും. ആ കർത്താവിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അതൊരു സമർപ്പണത്തിന്റെ വാക്ക് പോലെ തോന്നും. സത്യത്തിൽ അതൊരു സമർപ്പണത്തിന്റെ വാക്കല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു അരഗൻ സ്പിരിറ്റാണ്. എന്ന് വെച്ചാൽ അന്നേരവും
ദൈവം ഇത്രയും ശക്തമായ രീതിയിൽ ഇടിമുഴങ്ങുന്ന രീതിയിൽ ആ, ഒരു കാര്യം ചെയ്യാൻ പോവാണെന്നും സകല ഇസ്രായേലും അത് അറിയുമെന്നും എൻ്റെ ന്യായവിധി അങ്ങനെ നിന്റെ ഭവനത്തിന്മേൽ വരാൻ പോവാന്നും എൻ്റെ എൻ്റെ യാഗങ്ങളെയൊക്കെയും നീ ആ, നിന്റെ മക്കള് നിന്ദിക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടുകൂടെ തങ്ങളെ തന്നെ വഷളാക്കിയ കാര്യം എല്ലാം ഞാൻ അറിഞ്ഞിട്ടും നീ ഒരക്ഷരം പോലും അവരെ ശാസിച്ചമർത്താതെ കണ്ട് ആ ചെയ്ത കാര്യങ്ങളും എന്നെ മാനിക്കാതിരുന്നതും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് ഞാൻ ശിക്ഷാവിധി അയക്കാൻ പോവാ എന്നുള്ള കാര്യം അത് അതുകൊണ്ടാണ് അയച്ചതെന്നുള്ളതും സകല ഇസ്രയേലും കേൾക്കും അറിയും. അന്നേരം പറയാണ് യഹോവയല്ലോ, യഹോവയുടെ ഇഷ്ടം നടക്കട്ടെ. അവിടെ യഹോവയുടെ ഇഷ്ടം സത്യത്തിൽ അങ്ങനെ നടക്കുക എന്നുള്ളതല്ല. യഹോവയുടെ ഇഷ്ടം അവൻ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ദാവീദിനെ ഒരിക്കല് ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് ഒരു തെറ്റ് ചെയ്തു. ദാവീദ് ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ കൂടെ യഹോവയുണ്ടായിരുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ കരടിയെയും കടലിനെയും ഒരു കരടിയെയും സിംഹത്തെയും വലിച്ചു കൈ കൊന്നു. അതിനുശേഷം യഹോവയുടെ നാമത്തിൽ അവൻ ഗോലിയാത്തിനെയും കൊന്നു. അത് കഴിഞ്ഞ് രാജാവായി പല യുദ്ധങ്ങളും നടത്തി. അതിലൊക്കെയും വൻ വിജയം നേടി. ജീവന് ഭീഷണി ഉണ്ടായിരുന്ന അനേക വർഷങ്ങൾ ശൗലിനെ ഭയപ്പെട്ട് ഒളിച്ചോടി നടന്ന സമയങ്ങളിലൊക്കെയും ദൈവം അത്ഭുതകരമായിട്ട് ആ, ദാവീദിനെ രക്ഷിച്ചു. എന്നാൽ യുദ്ധങ്ങളൊക്കെ നടന്ന് ഏകദേശം ഒരു ശാന്തമൊക്കെ ആയപ്പോൾ യോവാബിനോട് പറഞ്ഞു, നീ ജനത്തെ ഒന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ജനത്തെ എണ്ണി നോക്കാനായിട്ട് ദാവീദ് കൽപ്പിച്ചപ്പോൾ അത് ദാവീദിന്റെ കൽപ്പന ആയതുകൊണ്ട് യോവാബിന് അത് അനുസരിക്കേണ്ടതായി വന്നു. എങ്കിലും യോവാബ് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. ആം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 ദിനവൃത്താന്തം ലാസ്റ്റ് ഭാഗത്താണ് പറയുന്നത്. യോവാബ് പറയുന്നുണ്ട്, അല്ല യഹോവ ഇനിയും ആം, ജനത്തെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. എങ്കിലും വെറുതെ പറഞ്ഞാൽ എങ്കിലും എന്തിനാണ് ജനത്തെ എണ്ണുന്നത്? എന്തിനാണ് ജനത്തിന്റെ എണ്ണത്തിന്റെ ഇതിലൊരു കരുത്ത് അതായത് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ദൈവാശ്രയം എന്തിന് ജനത്തിന്റെ എണ്ണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യോബ് ഇൻഡയറക്ട്ലി പറഞ്ഞത്. യോബ് അത്ര വലിയൊരു ഭക്തനൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ വ്യക്തിക്ക് പോലും മനസ്സിലാവുന്നുണ്ട് കാര്യം ഇത് ദൈവാശ്രയത്തിൽ നിന്ന് മാറുകയാണ് ദാവീദ് എന്നുള്ളത്. പക്ഷെ ദാവീദിന് മനസ്സിലായില്ല. ദാവീദിന്റെ കൽപ്പന മറുത്തുകൂടാത്തത് കൊണ്ട് യോബ് എണ്ണി തുടങ്ങി. അങ്ങനെ എണ്ണി എണ്ണി എല്ലാവരുടെയും കണക്കൊക്കെ എടുത്തു വന്ന് എല്ലാം പറഞ്ഞ് എത്ര കാലാളുകൾ യുദ്ധത്തിന് പോകാൻ പറ്റുന്നവർ എത്ര ഉണ്ട് അതെല്ലാം എണ്ണിക്കൊണ്ടുവന്നു. എല്ലാം വിശദമായിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞൊരു പ്രവാചകൻ വന്ന് യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ള ഈ പ്രവൃത്തി ഇത് ദൈവത്തിന് പ്രസാദമായ ഒരു കാര്യമല്ല. ദൈവം അങ്ങനെ എണ്ണാൻ പറഞ്ഞതിൽ ദൈവത്തിന് ദാവീദിനോട് അനിഷ്ടം തോന്നി. അനിഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അക്കാര്യം ബോധ്യപ്പെടുത്താനായിട്ട് പ്രവാചകനെ അയച്ചു. പ്രവാചകൻ വന്ന് ദാവീദിനോട് സംസാരിച്ചു. അപ്പം ദാവീദിനും പെട്ടെന്ന് തന്നെ പാവബോധം വന്നു. ദാവീദിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവം ആരെങ്കിലും അയച്ച് സംസാരിച്ചാൽ അത് എന്നെക്കാൾ വലിയവനാണോ ചെറിയവനാണോ അതൊന്നും നോക്കാതെ ദൈവത്തിൽ നിന്നാണോ വന്നതെന്ന് നോക്കും. ദൈവത്തിൽ നിന്നാണ് എങ്കിൽ അപ്പം തന്നെ കീഴ്പ്പെട്ട് കളയും. അല്ലെങ്കിൽ നാഥാം പ്രവാചകൻ വന്ന് സംസാരിച്ചപ്പം ആ മനുഷ്യൻ നീ തന്നെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും വേറൊരു രാജാവാണെങ്കിൽ എത്രയോ പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നിട്ടുണ്ട്. അതുപോലെ അവനെയും കൊല്ലുവാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ദാവീദ് തന്നെത്താൻ താഴ്ത്തുക ചെയ്തു. ദാവീദിനുള്ള ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അപ്പം ആ മനുഷ്യൻ അവിടെ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഏറ്റു പറഞ്ഞു, ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ 3 ശിക്ഷാവിധി ഇതിന്റെ മുമ്പാകെ വയ്ക്കുന്നു. അത് 3-ൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാമോ? അതൊന്ന്, മഹാമാരി ഞാൻ ദേശത്തയക്കും. അല്ലെങ്കിൽ നിന്റെ ശത്രുക്കളാൽ നീ 6 മാസം പിന്തുടരും. അല്ലെങ്കിൽ ഞാൻ ദേശത്ത് ക്ഷാമം അയക്കും. അപ്പം ഈ 3 ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പം ദാവീദ് തിരഞ്ഞെടുക്കുന്നത് എന്താണ്? മഹാമാരി അയക്കണമെങ്കിൽ അത് ദൈവത്തിനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴല്ലേ, ദൈവത്തിന്റെ കയ്യിൽ വീഴട്ടെ. അവിടെ അത് കഴിഞ്ഞൊരു വാക്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ കരുണ വലിയതല്ലോ. ശത്രുയുടെ കയ്യിൽ വീണാല് അവർക്ക് ഇഷ്ടം പോലെ എന്നോട് പെരുമാറും. അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ ഞാൻ വീഴട്ടെ. എൻ്റെ തെറ്റ് വലിയ തെറ്റാണ്, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീഴട്ടെ എന്ന് പറഞ്ഞ് നെടുമ്പാകെ ദൈവത്തിന്റെ മുമ്പാകെ വീണ് കാലെ പിടിച്ചു. ശമൂവേൽ പറഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ അവിടെ പറയാൻ ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അത്
അതൊരു ധാർഷ്ട്യത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇത്രയൊക്കെ നിന്നെ സേവിച്ചു എന്നിട്ട് ഇനിയിപ്പോൾ അതാപ്പ ദൈവത്തിന് ചെയ്യാൻ കണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ് അത്. അവിടെ എന്തൊക്കെയോ ന്യായീകരണങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ആ അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു കോൺട്രഡിക്ഷനും കൂടെ നോക്കുകയാണെങ്കിൽ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇതുപോലെ ഒരു മനുഷ്യനായിട്ട് ദൈവം ഇടപെടുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്, സോറി, എനിക്ക് ആ ഭാഗം ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. ഏതായാലും അതിന്റെ ഭാഗം ഇതാണ്, നിങ്ങൾക്ക് പിന്നെ അത് നോക്കി വായിക്കുക. ആ, ഇസ്രായേൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ യഹോവയോട് വളരെയധികം തെറ്റ് ചെയ്തൊരു മനുഷ്യനായിരുന്നു ആഹാവ്. ആഹാബിനെ കുറിച്ച് പറയുന്നത്, ആഹാബിന്റെ പാപങ്ങള് ഇരുമ്പ് എഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും ഞാൻ എഴുതി വെക്കുന്നതാണ്. അതുപോലെ ഇസ്രായേലിനെ തെറ്റിച്ച ഒരു രാജാവാണ് ആഹാബ് രാജാവ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ജാതീയ സ്ത്രീയായിരുന്നു. അവള് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾ ദേശത്ത് നിന്ന് ഇറക്കുകയും ചെയ്തു. അങ്ങനെ അത്രമാത്രം ഇസ്രായേലിനെ കൊണ്ട് തെറ്റിച്ചു കളഞ്ഞ ആ ആഹാബ് രാജാവിന്റെ അടുക്കൽ പ്രവാചകൻ വന്നിട്ട് നിന്റെ ഭവനത്തെ നശിപ്പിക്കുന്നു, നിന്റെ പുരുഷപ്രജയെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നു എല്ലാം അരുളി ചെയ്തപ്പോൾ അവിടെ ആഹാബ് രാജാവ് അവിടെ ഒരു വാക്ക് പോലും പറയുന്നില്ല. നിങ്ങൾക്ക് ആ ഭാഗം ആരെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് എടുത്തേ ഉള്ളൂ കേട്ടോ. ആഹാബ് രാജാവിന്റെ നേരെയുള്ള ന്യായവിധി ദൈവം പറഞ്ഞ് നിന്റെ ഭവനത്തെ മുഴുവൻ അടിച്ചു വാരിക്കളയും, ഒരൊറ്റ പുരുഷപ്രജ പോലും ജീവനോടെ ഇരിക്കുകയില്ല, എല്ലാവരും നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് കിട്ടി. 21-ാമത്തെ അധ്യായം, 1 രാജാക്കന്മാർ 21-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. അങ്ങനെ ന്യായവിധി എന്താണെന്നുള്ളത് പറയുന്നത് 21-ാം വാക്യത്തിൽ തൊട്ടിട്ടാണ്. ആഹാബ് 20 തൊട്ട് വായിക്കാം. ആഹാബ് ഏലിയാവോട്, എന്റെ ശത്രു നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞ എന്തെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ തന്നെ വിറ്റ് കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രയേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബോത്തിന്റെ മകനായ യെരൊബയാമിന്റെ ഗ്രഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബശയുടെ ഗ്രഹത്തെ പോലെയും ആക്കും. ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്യുന്ന നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. ഇത്ര കഠിനമായിരിക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് പാർത്തത്. അത് കഴിഞ്ഞ് അതിനുള്ള പ്രതികരണം എന്താണ്? 27-ാം വാക്യം. ആഹാബ് ഈ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റയെ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. കൈ നീട്ടി ഏലിയാവിനെ കൊല്ലാനല്ല പോയത്, ഉപവസിച്ചു രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അവന് ഏലിയാവിനോടൊരു വാക്കുപോലും പറയുന്നില്ല. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിന് ഉണ്ടായതെന്നാൽ, ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് ഈ അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. അപ്പം ഇവിടെ ഒരു അങ്ങേയറ്റം മ്ലേച്ഛത പ്രവർത്തിച്ചതായിരിക്കുന്ന തന്നെ തന്നെ വിറ്റുകളഞ്ഞ വ്യക്തി എന്നാണ് ദൈവം തന്നെ പറഞ്ഞത്. വേറെ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ ചെയ്ത ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ന്യായവിധി കേട്ടപ്പോൾ അവൻ അവിടെ തന്നെത്താൻ താഴ്ത്തി. ആ താഴ്ത്തിയത് വഴി അവൻ അവിടെ ദൈവത്തിന്റെ ഒരു കരുണ ലഭിച്ചു. ശിക്ഷ ഞാൻ മടക്കുന്നില്ല, പക്ഷെ ശിക്ഷ ഞാൻ നിന്റെ ജീവകാലത്ത് വരുത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 1 ശമൂവേലിൽ വന്നപ്പം ആ ഏലി പ്രവാചകൻ എങ്ങനെയാണ്
അതിനോട് പ്രതികരിച്ചത്. ഏലി പ്രവാചകൻ പറയുന്നത്, യഹോവയുടെ ഇഷ്ടമല്ലേ, ആ നടന്നോട്ടെ. അവിടെ തന്നെത്താൻ താഴ്ത്തുകയോ അത് ഏറ്റെടുക്കുകയോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുകയോ ചെയ്യുന്ന ഒരു ആത്മാവിനെ നമ്മൾ അവിടെ കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഒക്കെ ദൈവത്തോട് ചിലരൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് തിരുത്തുമ്പോൾ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മളുടെ ഒരു അരഗൻ സ്പിരിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സ്പിരിറ്റുള്ള വേറൊരാളെയും കൂടെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞോട്ടെ. യേശുക്രിസ്തു മരിച്ച സമയത്ത് രണ്ട് കള്ളന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും തൂക്കിയിരുന്നു. അതിലൊരു കള്ളൻ പറഞ്ഞു, ഇവൻ വലിയ ദൈവം ഭയങ്കര അത്ഭുതമൊക്കെ ചെയ്ത് നടന്നു, ഇങ്ങനെയൊക്കെ അത്ഭുതമൊക്കെ ചെയ്ത ആളാണെങ്കിൽ എന്നാ പിന്നെ ഈ സമയത്ത് എന്താ ദൈവം രക്ഷിക്കാത്തത്? ആ ഇനി ശരിക്കും ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീയും നിന്നെ തന്നെ ഞങ്ങളെയും കൂടെ രക്ഷിക്കാൻ പറഞ്ഞു. അതേസമയം മറ്റേ സൈഡിലുണ്ടായിരുന്ന ആ കള്ളൻ പറഞ്ഞു, അയ്യോ നീ ഇപ്പോഴും ദൈവത്തെ ഭയപ്പെട്ട, നമ്മൾക്കിതെല്ലാം കിട്ടിയതിന് കാരണം നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ്. നമ്മളിതിൽ പൂർണ്ണമായും യോഗ്യരാണ്, പക്ഷെ ഈ മനുഷ്യനോ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ദൈവത്തോട് പറഞ്ഞു, അവൻ യേശുവിനോട് പറയാണ്, നീ ഇന്ന് കർത്താവെ എന്നെയും കൂടെ നീ ഓർക്കണമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. അപ്പൊ അവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ ദൈവത്തിനോട് അവന്റെ തെറ്റുകൾ പറഞ്ഞു കാണും. അവൻ സമ്മതിച്ചു, അത് സ്വന്തമല്ല, എനിക്ക് വന്ന ശിക്ഷ ഞാൻ അർഹിക്കപ്പെട്ടതാണെന്ന് ദൈവത്തിന് മുമ്പാകെ പറഞ്ഞു. നമുക്ക് വന്നിരിക്കുന്ന അവസ്ഥകളിലൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല, എന്താ ദൈവമേ എന്നെ ഇങ്ങനെ ചെയ്തത്, എന്താ എന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്, അല്ലെ എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന് ഒരിക്കലും അനീതി എന്ന് പറയുന്നത് അവൻ്റെ കയ്യിലില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും നീതിയുള്ളതായിരിക്കും. ഞാൻ അർഹിക്കുന്നത് മാത്രമേ എന്നിലേക്ക് അയക്കത്തുള്ളൂ. എൻ്റെ നന്മയ്ക്കാണെന്നും നല്ല ഉറപ്പ് വരുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഫിൽറ്ററിലൂടെ കടന്നു വരത്തുള്ളൂ. അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജയത്തോടെയും ഒരു ആത്മീയ വർധനവിനോടും കൂടെ ദൈവത്തിന്റെ കൂടെ നടക്കാനായിട്ട് കഴിയും. അപ്പം ഈ കള്ളൻ അന്ന് രാത്രി അവനൊരു വാഗ്ദത്തം കിട്ടി, നീ ഇന്ന് എന്നോടുകൂടെ പർദീസിലുണ്ടായിരിക്കുന്നു. അപ്പൊ അത്ര കണ്ട് ഇതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്, എല്ലാം ദൈവം അറിയുന്നുണ്ട്. അപ്പൊ ആ വാക്കിന് അവൻ അതുവഴി അതൊന്ന് പറഞ്ഞത് വഴി, സമ്മതിച്ചത് വഴി അവന്റെ അകൃത്യങ്ങളൊക്കെ മോചിക്കപ്പെട്ടു. അവൻ ശരിക്കും അത് ഭാവബോധം ഉണ്ടായി, അവനത് അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു സ്പിരിറ്റായിരുന്നു ഈ പുരോഹിതനായിരുന്ന മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത്. പുരോഹിതൻ സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ജനത്തെ സേവിക്കേണ്ടവനാണ്, ദൈവത്തെക്കുറിച്ച് പറയേണ്ടവനാണ്, ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ അവിടെ ഒരു അരഗൻ സ്പിരിറ്റിലാണ് വന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് നമ്മളിന്ന് ഈ കേൾക്കുന്ന ഇപ്പൊ കേട്ടോണ്ടിരുന്ന ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്: നമ്മൾ ഏതൊരാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളായിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമ്മളതെങ്ങനെ, നമ്മുടെ നമ്മുടെ നേച്ചർ അതാണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളൊരു അരകന്റെ ആത്മാവിലാണ് നിൽക്കുന്നതെങ്കിൽ അരകന്റ് ആയിരിക്കും. നമ്മൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴെല്ലാം അതങ്ങനെ ചാടിച്ചാടി വരും. അത് ദൈവത്തോടും വരും. നമുക്ക് താഴാൻ പറ്റുകയില്ല. ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് താഴാൻ പറ്റത്തില്ല. നമ്മൾ അരകനാണ്, താഴാൻ പറ്റുകയില്ല. നമ്മൾ ഏറ്റെടുക്കുകയില്ല, നമ്മളെക്കുറിച്ചുള്ള അവസ്ഥ നമ്മൾ കാണുകയില്ല, നമ്മൾ അറിയുകയില്ല. അവസാനം എന്താ സംഭവിച്ചത്? ഏലി പുരോഹിതന് പെട്ടകം അതിന്റെ കുറച്ച് താഴോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 1 ശമൂവേലിൽ തന്നെ അതായത് പിന്നീട് ഒരു യുദ്ധം ഉണ്ടായി. 4-ാം അധ്യായത്തിൽ അത് പറയുന്നത്, ഫെലിസ്തീനുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ യുദ്ധത്തിന് പോയി. അപ്പൊ യുദ്ധത്തിന് പോകുമ്പോൾ പുരോഹിതന്മാരെല്ലാം അറിയാം, ഈ ഏലിയും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഇവർ അമ്പയെ തോറ്റുപോയി. അങ്ങനെ തോറ്റു കഴിഞ്ഞപ്പം ഇസ്രായേൽ മൂപ്പന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ശിലഹോയിൽ നിന്ന് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 3-ാം വാക്യം, പടജനം പാളയത്തിൽ വന്നാറ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കി, നാം എന്തു ചെയ്യേണ്ടു? ശീലോവിൽ യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. ഏത് വന്നാലാ? പെട്ടകം വന്നാൽ. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകവും അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരും ദൈവത്തിന്റെ നിയമപ്പെട്ടത്തോട് ഉണ്ടായിരുന്നു. ഈ 2 പുത്രന്മാരും ഉണ്ടായിരുന്നു.
അങ്ങനെ പെട്ടകം വന്നു കഴിഞ്ഞപ്പം അവര് 5-ാം വാക്യത്തിൽ ഭൂമി കുലുങ്ങുമാറ് ആർപ്പിട്ടു. ഇത് കഴിഞ്ഞ് യുദ്ധം ഉണ്ടായി. അപ്പം ഫെലിസ്തീന് പറഞ്ഞു, അയ്യോ, യഹോവയുടെ പെട്ടകട വന്നിട്ടുണ്ട്, മിക്കവാറും നമ്മൾ തോറ്റുപോയുള്ളതുകൊണ്ട് എല്ലാവരും വളരെ ശക്തരായി പോരാടണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പോരാട്ടത്തിൽ അവരുടെ പെട്ടകവും പോയി, ഒത്തിരി ആൾക്കാരും മരിച്ചു. അവിടെയാണ് ഈ രണ്ട് മക്കളും മരിക്കുന്നത്. ഈ വർത്തമാനം ഏലി കേട്ടത് വഴി ഏലി ഇരിക്കുകയായിരുന്ന അവിടുന്ന് മറിഞ്ഞുകൊണ്ട് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഒരേ ദിവസം തന്നെ 3 പേരും മരിച്ചു. അവരുടെ കുടുംബം ഛേദിക്കപ്പെട്ടു. ദൈവത്തിന്റെ വചനം നിവർത്തിയായി. അപ്പോൾ തന്നെത്താൻ താഴ്ത്തിയിരുന്നെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കൊടുക്കുമായിരുന്നു. കാരണം ആഹാബിനോട് അങ്ങനെയല്ലേ ചെയ്തത്, ആ കള്ളനോട് അങ്ങനെയല്ലേ ചെയ്തത്, ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത്. ഇവിടെ നമ്മളിവിടെ ഒരു പാഠം കൂടെ പഠിക്കാനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആ 4-ാം വാക്യത്തിൽ അവർ പറയുന്നുണ്ടല്ലോ, സോറി, 3-ന്റെ ലാസ്റ്റില്, അത് നമ്മുടെ ഇടയിൽ വന്നാൽ, അതെന്ന് പറഞ്ഞാൽ അതൊരു സാധനമാണ്. ആ പെട്ടകം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞു. ഇവിടെ പെട്ടകം ഒരു പ്രതീകാത്മകമായ ഒരു സാധനമാണ്. ദൈവത്തിന്റെ പെട്ടകത്തിലല്ല ദൈവം ഇരിക്കുന്നത്. ദൈവത്തിന് അതിനെ ഉള്ളിൽ കൊള്ളിക്കാനും പറ്റത്തില്ല. പക്ഷേ അതൊരു പ്രതീകാത്മകമായിരുന്നു. ആ പ്രതീകാത്മകമായ ഒരു സാധനം എൻ്റെ അടുക്ക വന്നാൽ ഞാൻ വിജയിക്കുമെന്നാണ് വിചാരിച്ചത്. നമ്മളുമൊക്കെ ചിലപ്പോൾ ജീവിതത്തിനകത്ത് ഈ ദൈവത്തെ തന്നെ കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്താൻ ആഗ്രഹിക്കാതെ ദൈവത്തിൽ നിന്ന് വരുന്ന ദാനങ്ങളെയോ ദൈവം കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്ന ചില സംഗതികളോ, അല്ലെങ്കിൽ പ്രത്യേക അനുഭൂതി, ശക്തി, സ്വപ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ വരങ്ങൾ, ഇതൊക്കെ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രതീകമാണ്. അതൊക്കെ അതിൽ നമ്മളങ്ങ് സന്തോഷിച്ച് അങ്ങ് ആർപ്പിട്ട് നമ്മൾ നേരെ യുദ്ധത്തിന് പോകും. നമ്മൾ മൂക്കും കുത്തി വീഴുകയും ചെയ്യും. കാരണം നാം ദൈവത്തെ തന്നെയല്ല തേടുന്നത്, ദൈവത്തിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന എന്തോ ഒന്നിന്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ ചർച്ചിലേക്ക് വരുമ്പോഴും ചർച്ചിൽ ദൈവത്തെ കണ്ടുമുട്ടേണ്ടത്. അവിടുത്തെ പാട്ടോ അങ്ങനെ ഏതെങ്കിലും നല്ലൊരു പ്രസംഗമോ അതിനൊക്കെ അപ്പുറമായിട്ട് അതിനകത്തൂടെ ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത്. അത് നമ്മൾ കാണാതിരുന്നു കഴിഞ്ഞാൽ, വെറും പ്രതീകങ്ങളിൽ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്തീയത വരൾച്ചയിലേക്ക് പോകും. നമ്മൾ ഡിഫീറ്റഡ് ആവുകയും ചെയ്യും ശത്രുവിൻ്റെ മുമ്പാകെ. നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, അല്ലെങ്കിൽ ഗ്രഹിക്കേണ്ടതായിരിക്കുന്ന ഒരു സത്യം, പഠിക്കേണ്ട പാഠത്തേക്കാൾ ഗ്രഹിക്കേണ്ടതായ സത്യത്തെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതീകാത്മകങ്ങളിൽ നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് നല്ലതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നല്ലൊരു ആത്മാവിൻ്റെ ഒരു എന്തെങ്കിലും ഗിഫ്റ്റിന്റെ ഓപ്പറേഷൻ ഉണ്ടായാൽ, അങ്ങനെയുള്ള പ്രതീകാത്മക കാര്യങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ദൈവത്തെ കണ്ടുമുട്ടാതെ നമ്മൾ മടങ്ങിപ്പോവുക ചെയ്തു. ഇപ്പൊ ഏലി പുരോഹിതൻ ദൈവത്തെ സേവിച്ച് അവിടെയൊക്കെ നിന്ന് ദൈവത്തിന്റെ കാര്യങ്ങളോടെല്ലാം ചുറ്റിപ്പറ്റി ആലയത്തിന്റെ അടുത്തും ഒക്കെയാണ് നടന്നത്. പക്ഷെ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞൊരു കാര്യം നടന്നിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു അരഗൻ സ്പിരിറ്റിനെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്താനും കാണാനും അത് ഏറ്റുപറയാനും ശുദ്ധീകരണം പ്രാപിക്കാനും അതിനോട് ഒരു എതിർത്ത് നിൽക്കുകയും അതിനെ അങ്ങനെ തന്നെ വാഴാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവന് തീർച്ചയായും ദൈവത്തിന്റെ കരുണ ലഭിക്കുമായിരുന്നു. ആ കള്ളന് മരണസമയത്ത് ദൈവത്തിന്റെ കരുണ ലഭിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ അർഹനാന്ന് പറഞ്ഞു. ഇവനും പറയാമായിരുന്നു, ദൈവമേ, നീ പറഞ്ഞതാണ് ശരി, അങ്ങ് പറയുന്ന വിധി സത്യമാണ്. നേരത്തെ ആദ്യത്തെ വാക്യം വായിച്ചല്ല, 4:17 ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത്. ആ ന്യായവിധി കേട്ടിരുന്നെങ്കിൽ, ദൈവം പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, അവൻ അതിന് തന്നെ താഴ്ത്തുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ ലൈഫിൽ നമുക്ക് കർത്താവിൻ്റെ ന്യായവിധി സഭയിലൂടെ കേൾക്കുന്നതിനെ, നമുക്ക് സഭയിലൂടെയും വ്യക്തിപരമായും കേൾക്കുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും, നമ്മുടെ ഉള്ളിലുള്ള ഈ അരഗൻ സ്പിരിറ്റ് നമുക്കെല്ലാം ഉണ്ട്, അതിന് നമുക്കൊരു നെഗറ്റീവ് സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ നെഗറ്റീവ് സ്ട്രെങ്ത് ചിലപ്പോൾ വെളിപ്പെടുന്നത് നമ്മളിപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ, അങ്ങനെ ദൈവം നമ്മളെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് സ്ട്രെങ്ത് വരും. ആ നെഗറ്റീവ് സ്ട്രെങ്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നതൊന്നും ശരിയാകണമെന്നില്ലല്ലോ. എത്ര ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ആളായാലും അവരുടെ ജീവിതത്തിലൊക്കെ അപാകതകൾ വരാം, പറയുന്നതിനകത്തും മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് തിരുത്തിയാൽ
ഉടനെ തന്നെ ഈ നെഗറ്റീവ് സ്ട്രെങ്ത്, ഹാ, ദൈവം എന്നെ ഉപയോഗിക്കുന്നവരല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് സ്ട്രെങ്ത് വന്നിട്ട് കീഴ്പ്പെടാൻ തയ്യാറാകുകയല്ല. ഇപ്പം ഒരുപക്ഷെ ഈ മനുഷ്യൻ, ഈ ഏലി പുരോഹിതൻ, താൻ ഇത്രയും വർഷമായിട്ട് ദേവാലയത്തിൽ സേവിച്ച് നിൽക്കുന്ന ആളാണ്. ഞാൻ ദൈവത്തിന്റെ കൂടെ, ദൈവത്തിന്റെ ആലയത്തിലായിട്ട് വർഷം എത്രയാണെന്ന് നിനക്കറിയാം. നീ ഇന്നലെ വന്ന ഒരു ചെറിയ പയ്യനല്ലേ. നിന്റെ മുമ്പാകെ ഇപ്പൊ ദൈവം പുള്ളിയിലൂടെയാണ് സംസാരിച്ചത്. ആ, കർത്താവിന് വാസ്തവം പറഞ്ഞാൽ, വാസ്തവത്തിൽ ഏലി പുരോഹിതൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആളായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ശമൂവേൽ ബാലനോട് സംസാരിക്കുന്നതിന് മുമ്പേ ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുമായിരുന്നു. ദൈവം സംസാരിച്ചു കാണും, ദൈവം അങ്ങനെ സംസാരിക്കാതിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് കേൾക്കാൻ ചെവിയില്ലായിരുന്നു. അപ്പം അപ്പൊ തന്നെ അവിടെ താഴ്ത്താമായിരുന്നു, കർത്താവേ, എൻ്റെ ഹൃദയം എവിടെയോ കഠിനമായിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങേ കേൾക്കുന്നില്ല. ഇപ്പൊ ഈ ബാലനോട് സംസാരിച്ച് ഞാൻ അങ്ങേക്ക് കരുണ തോന്നിയല്ലോ, വേറൊരാളുടെയെങ്കിലും, അതുകൊണ്ട് ഈ സമയത്തെങ്കിലും ഞാൻ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ആ ഡിസാസ്റ്റർ, ആ ഒരു ദുർഘടമായ സമയം സംഭവിക്കുകയില്ലായിരുന്നു. ആ അപകടങ്ങളൊന്നും, ആ മരണങ്ങളൊന്നും സംഭവിക്കുകയില്ലായിരുന്നു തന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആത്മാവിനെ നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാം. നെഗറ്റീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ കുറേ നാൾ ചർച്ചിൽ അങ്ങ് ആയിരുന്നത് വഴി നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത്, സീനിയോറിറ്റിയുടെ ഒരു സ്ട്രെങ്ത് വരും. ചിലപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നമുക്ക് വരണം. പണ്ടൊന്നും എനിക്കില്ല, പക്ഷെ ഇപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ പാടുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ വളരെ അനുഗ്രഹമാണ്. അപ്പോൾ വേറൊരാൾ പെട്ടെന്ന് വേറെ സഹോദരൻ അല്ലെങ്കിൽ ഇന്നത്തെ എൽഡർ വന്നിട്ട് വേറൊരാൾക്ക് ആ ചാൻസ് കൊടുത്ത് ഇന്ന് ഈ ആഴ്ച എനിക്ക് പാടാൻ ഒരു അവസരം തന്നില്ലെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ നെഗറ്റീവ് സ്ട്രെങ്ത് ചാടി വരും. അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മുടെ നെഗറ്റീവ് സ്ട്രെങ്ത്തിനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അപകടമാണ്. ഇതിനെതിരെ നമുക്ക് നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കും.